ഓഫ് എടുത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് വിചാരിച്ചു അന്ന് ആ വീട്ടിലേക്കൊരു സാധനം അത്യാവശ്യമായിട്ട് വേണം. കുറേ നാളായിട്ട് ഞങ്ങൾക്കത് ഇല്ലായിരുന്നു. അത് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്കൂട്ടർ എടുത്തിറങ്ങി. എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളെയും കൂട്ടിയാണ് ഞാൻ ഇറങ്ങിയത്. ഞങ്ങൾക്ക് അടുത്തുള്ള മാന്നാർ കരിയം സ്റ്റോറിലാണ് ഞങ്ങൾ പോയത്. അവിടെ നല്ല കച്ചവടമാണ്, എപ്പോഴും ഭയങ്കര തിരക്കാണ്. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. എനിക്ക് വേണ്ടിയിരുന്ന ഒരു പാരയായിരുന്നു. ഞാനത് നോക്കിയപ്പോൾ ചെറുതും വലുതുമായിട്ട് കുറേ ഉണ്ടായിരുന്നു. തേങ്ങ പൊതിക്കുന്ന ഞങ്ങൾ വെട്ടുകത്തിയിട്ടാണ് പൊതിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം പാര വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പാര നോക്കിയതിന് ശേഷം ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ. പിന്നെ നമ്മൾ പൊതുവെ സ്ത്രീകളാണല്ലോ, എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഒന്ന് കയറിയാൽ നമ്മൾ 10 കൂട്ടങ്ങളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുള്ളൂ. നോക്കിയപ്പോൾ കുറേ നല്ല നിലവിളക്കുകൾ, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള നിലവിളക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസ്, മിക്സി, അങ്ങനെ കുക്കറ്, പിന്നെ ഭരണികൾ. എനിക്കതിൽ ഇഷ്ടപ്പെട്ട തവികളാണ്. എനിക്ക് തവികളില്ല, ഞാൻ 2-3 തവികളെടുത്ത്. പിന്നെ നോക്കിയപ്പോൾ കുറേ തട്ടപ്പാത്രം. അത് കഴിഞ്ഞ് ബില്ലടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഞാൻ പിന്നെ എടുത്തതെന്ന് വെച്ചാൽ എന്താ, പപ്പടം കുത്തി, സ്ക്രബ്ബർ, അതൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 300 രൂപയായിട്ടുണ്ട്. പാരയ്ക്കാണ് അതിൽ ഇച്ചിരി റേറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഞാൻ അതുമായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് അപ്പം തന്നെ അത് എടുക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അതെടുത്തു. എന്നിട്ട് അവിടെ കിടന്നൊരു തേങ്ങ എടുത്ത് പൊതിക്കാൻ നോക്കി. പുതിയ സാധനം ആയതുകൊണ്ട് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് പാടുപെട്ടാണ് ആ തേങ്ങ പൊതിച്ചൊന്ന് എടുത്തത്. തേങ്ങ പൊതിച്ച് കഴിഞ്ഞാൽ തേങ്ങ വെള്ളം കുടിക്കാൻ നമ്മൾ മാറത്തില്ലല്ലോ. അപ്പം തന്നെ ഞാനൊരു വെട്ടുകത്തി എടുത്തിട്ട് തേങ്ങ പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ആ വെള്ളം പകർത്തി. എന്നിട്ട് ഞാനും ഗീതും കൂടി അത് കുടിച്ച്. വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വാടിക്കിടന്നാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഗീതുവിനെയും കൂട്ടി പോയത് കാരണം ഞാൻ അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് എനിക്കൊരു വിഷമമായിരുന്നു. ഞാൻ വരുന്ന വഴിക്കൊരു തണ്ണിമത്തം വാങ്ങിച്ചു. തണ്ണിമത്തം മുറിച്ച് കുറേ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് ഞാനും ഇവളും കൂടി കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തണ്ണിമത്തനും കഴിച്ച് ഇരുന്നു. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ.